ഇവിടെ ഇവൾ സമ്പത്ത് ദൈവത്തിന്റെ ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തതും അടുത്ത നിമിഷം തന്നെ അവളുടെ വീടിന് മുന്നിൽ ആ സമ്പത്ത് ദൈവം പ്രത്യക്ഷമാവുകയാണ്. അവൾ വിചാരിച്ചത് വെറും ഒരു കോസ്റ്റ് പ്ലേ ചെയ്യുന്ന ആളാണെന്ന് കരുതി ഒന്നും ആലോചിക്കാതെ വഴിതെറ്റി വന്നാണ് കരുതി പോകാനായി പറയുമ്പോൾ സമ്പത്ത് ദൈവം വന്നതിന്റെ കാരണം വിശദീകരിച്ചു. അവൾ ഇന്നലെ അവൻ്റെ ഫോട്ടോ പോസ്റ്റ് ചെയ്തതിനാൽ ദൈവിക പ്രതിമയ്ക്ക് കേടുപാടുകൾ സംഭവിച്ചു. അതിനർത്ഥം വർഗീയ നിയമങ്ങൾക്ക് കീഴിൽ അവൻ ശിക്ഷ അനുഭവിക്കേണ്ടി വരും എന്നാണ്. അവന് തിരിച്ചു വരാനുള്ള ഏക വഴി സ്വർഗം അവളുടെ ഒരു ഏകാഗ്രമായി കാമുകന്റെ കരാറിൽ ഏർപ്പെടണമെന്നായിരുന്നു. പക്ഷേ അവൻ പറയുന്നൊന്നും വിശ്വസിക്കാതെ അവൻ പറ്റിക്കുന്നതെന്ന് കരുതി അകത്ത് പോയി ചൂരലെടുത്തു. എന്നിട്ടും സമ്പത്ത് ദൈവം ഒരു ചെറിയ മന്ത്രവാദം നടത്തി കണ്ണിമ വെട്ടൽ കൊണ്ട് അവളുടെ കയ്യിലുണ്ടായ ചൂല് സ്വർണ്ണ നിറമായിട്ട് മാറുകയാണ്. അപ്പോഴാണ് അവൾക്കൊടുവിൽ മനസ്സിലായത് അവൻ യഥാർത്ഥത്തിൽ സമ്പത്ത് ദൈവമായിരുന്നെന്നുള്ളത്. അപ്പോൾ തന്നെ അവളുടെ അമ്മ വിളിച്ച് പെട്ടെന്ന് ഉച്ചയ്ക്ക് മുമ്പ് ഒരു കാമുകനെ കണ്ടെത്തി വീട്ടിൽ കൊണ്ടുവന്നില്ലെങ്കിൽ അവളുടെ ജീവിതം അവസാനിക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. എത്ര മോശമായിരുന്ന അവസ്ഥയിലാണ് ഇവൾ ആകെ സമ്മർദ്ദത്തിലായിട്ട് നിൽക്കുമ്പോൾ സമ്പത്ത് ദൈവം അവളുടെ കാമുകനായി അഭിനയിക്കാനായിട്ട് അവൾ ചോദിക്കുകയല്ലാതെ മറ്റു മാർഗം ഉണ്ടായിരുന്നില്ല. ശേഷം അവന് കുറച്ച് സാധനങ്ങൾ വസ്ത്രങ്ങൾ വാങ്ങിച്ചു കൊടുത്തു. അടുത്ത സെക്കൻഡിൽ സമ്പത്ത് ദൈവത്തിൻ്റെ പോക്കറ്റിൽ നിന്ന് പണത്തിൻ്റെ ഒരു പ്രളയം തന്നെ പുറത്തേക്കൊഴുകി. അവൻ മനഃപൂർവ്വം പണം കാണിക്കുകയാണെന്ന് അവൾ കരുതി. സത്യത്തിൽ അവൻ ആദ്യമായിട്ടാണ് മനുഷ്യലോകത്തേക്ക് ഇറങ്ങുന്നത്. അതിനാൽ വളരെ പരിഭ്രാന്തിയാകുമ്പോൾ അവൻ്റെ വിദ്യ എല്ലാം ചോർന്നു പോയത് കൊണ്ടാണ് പണം ഇങ്ങനെ പോകുന്നത്. സംസാരിച്ച് തീരും മുന്നേ അവൾ അവനെ അകത്തേക്ക് വലിച്ചു കയറ്റി. അവൻ ആദ്യമായിട്ടാണ് ഒരു കാറിൽ കയറുന്നത്. എന്നാൽ അവനിൽ നിന്ന് നിർത്താതെ പണം ഒഴുകിക്കൊണ്ടിരുന്നു. ഈ രംഗം കണ്ടെല്ലാവരും അക്ഷരാർത്ഥത്തിൽ പണം മഴയായിരുന്നെന്ന് കരുതി. ഇവളുടെ വീട്ടിലെത്തുമ്പോൾ ഡ്രൈവർ ക്യാഷ് ചോദിച്ചു. ഇവൾ കൊടുക്കാൻ പോയതും സമ്പത്ത് ദൈവം അവളെ തടുത്ത് ഡ്രൈവർക്ക് പണം നൽകുന്നതിന് പകരം സ്വർണ്ണക്കട്ട് എടുത്തു കൊടുത്തു. ഡ്രൈവർ അവന് വട്ടാണെന്ന് കരുതി. അതുകൊണ്ട് അവൾ ഫോണെടുത്ത് കാശ് കൊടുക്കുകയാണ്. പിന്നെ അവൾ സമ്പത്ത് ദൈവത്തെ അവളുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി. അവളുടെ പാരൻസിന് അവളൊരു കാമുകനെ വീട്ടിൽ കൊണ്ടുവന്നത് സന്തോഷമായി. അവനോട് ജോലിയെക്കുറിച്ച് ചോദിച്ചു. കൂടാതെ വീടോ വില്ലയാണോ എന്ന് ചോദിക്കുമ്പോൾ അവൻ വേർക്കുന്നത് കണ്ട് അവളുടെ അമ്മയ്ക്ക് അവന് പണമോ വീടില്ലെന്നും മനസ്സിലായി. എന്നിരുന്നാലും അവളുടെ അച്ഛൻ മകൾക്ക് അവന് ഇഷ്ടമായത് പ്രധാനമാണെന്ന് കരുതി അവനെ കൂട്ടി അടുക്കളയിൽ കൊണ്ടുപോയി ഫുഡ് ഉണ്ടാക്കാനായി പറഞ്ഞു. എന്നാൽ സമ്പത്ത് ദൈവം പച്ചക്കറികൾ കണ്ടപ്പോൾ അവനുടൻ തന്നെ ഒരു മന്ത്രം ചൊല്ലിയതും രുചികരമായ ഫുഡെല്ലാം സെക്കൻഡിനുള്ളിൽ തയ്യാറാവുകയാണ്.